നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. നമ്മളെ ഒരു ചെടി ഗ്രാഫ്റ്റ് ചെയ്ത് ചെടി ഇരുന്ന് വളഞ്ഞതാട്ടോ. അടിപൊളി ഒരു പൂവാണ്. ഇന്ന് പറയുന്നത് അഡീനിയത്തിൻ്റെ മഴക്കാല സംരക്ഷണമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ചട്ടിയിലിരിക്കുന്ന ചെടിയാണെങ്കിൽ ഒരു മഴ കൊണ്ടാൽ കുഴപ്പമില്ല. ഒരു മഴ കൊണ്ട് നിങ്ങൾ ഷെഡിലേക്ക് നീക്കി വെച്ച ചെടിയാണെങ്കിൽ അതിൻ്റെ കടക്കിൽ ഒരു കാരണവശാലും ഇളക്കാൻ പാടില്ല. കട വളടാനോ മറ്റോ വേണ്ടിയിട്ട് ഇളക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, അതായത് ഒരു തരത്തിലും ഇതിൻ്റെ ഇടയിൽ മണ്ണിളക്കം പാടില്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ, ഒരു കാരണവശാലും ജൈവവളങ്ങൾ ഇതിൻ്റെ അടിയിൽ ഈ സമയത്ത് നിക്ഷേപിക്കാൻ പാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫംഗസ് വരാൻ സാധ്യത കൂടുതലാണ്. അത് ചിലപ്പോൾ ചെടിക്ക് കേടുവരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളത് നല്ല വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്നും എടുത്തിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഷെയ്ഡിലേക്ക് നീക്കി വെച്ചാൽ, തണലിലേക്ക് നീക്കി വെച്ചാൽ, വെളിച്ചം തീരെ കിട്ടാത്തൊരു സ്ഥലത്തേക്ക് നീക്കി വെച്ചാൽ ഈ ചെടിയുടെ ഉള്ളിലുള്ള ഈർപ്പം, കടക്കിൽ വന്നിട്ടുള്ള ഈർപ്പം ഒരിക്കലും പോവുകയില്ല. ചെടി വേഗത്തിൽ അഴുകിപ്പോവും. ഇത് മൂന്നാമത്തെ കാര്യമാണ്. ഇത് തീരെ ചെയ്യരുത്. ഇനി നാലാമത്തെ ഒരു കാര്യം, ഒരിക്കലും ഈ ചട്ടി നിലത്ത് വെക്കരുത്. നിലത്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്ന് വരുന്ന മഴവെള്ളം നിലത്തുനിന്ന് തെറിച്ചിട്ടുള്ള ഫംഗസ് ഇതിലേക്ക് വന്നിട്ട് ചെടി ചീഞ്ഞു പോവാൻ, അതിലെ മണ്ണിൽ നിന്നുള്ള അണുക്കളൊക്കെ ചട്ടിയിലേക്ക് വന്നിട്ട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, രാസവളങ്ങളായാലും ഈ സമയത്ത് നേരിട്ട് ഇതിൻ്റെ കടക്കലിൽ പ്രയോഗിക്കരുത്. കാരണം ചെടി ഈർപ്പം വലിച്ചിട്ട് വേരൊക്കെ വെള്ളം കുടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ആ അവസ്ഥയിൽ രാസവളങ്ങൾ കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ അതിലേക്ക് വലിച്ചെടുക്കാൻ പറ്റാതെ ആയിട്ട് ചെടിയുടെ കടക്കിൽ രാസവളത്തിൻ്റെ തോത് കൂടുകയാണെങ്കിൽ ചെടി ചിലപ്പോൾ ചീഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അടുത്ത ഒരു ആറാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ ചെടി വെക്കുന്നത് നിങ്ങളുടെ മതിലിൻ്റെ മുകളിലൊക്കെ ചില ആളുകൾ വെക്കും, ടെറസിലൊക്കെ വെക്കാറുണ്ട്. വെക്കുമ്പോൾ ഇതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് കവർ കെട്ടി തൂക്കും, ഇതിൻ്റെ അടിയിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാൻ. അങ്ങനെ വെക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അഥവാ കവർ പൊട്ടിയ വെള്ളം മുഴുവൻ ഉള്ളിലേക്ക് വരും. ഇനി കവർ പൊട്ടിയില്ലാതെ എന്നുള്ള രീതിയിലാണെങ്കിൽ അടഞ്ഞ രീതിയിൽ വെച്ചാൽ, കെട്ടിയിട്ട് പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാതെ കെട്ടി വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ ചൂട് കൂടുകയും അതല്ലെങ്കിൽ അവിടെ ഈർപ്പം കൂടുതൽ നിന്നിട്ട് ആ ചൂടും കൂടി വീഴുമ്പോൾ പുഴുങ്ങൽ വന്നിട്ട് ചെടിയുടെ കടഭാഗം അഴുകിപ്പോകാനും സാധ്യതയുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചട്ടിയുടെ അടിയിലേക്ക് വേര് വന്നിട്ടുണ്ടെങ്കിൽ, ചട്ടിയുടെ അടിയിൽ വേര് ചിലപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും ഇതിൻ്റെ അടിയിലൂടെ. ചട്ടിയുടെ അടിയിലേക്ക് വേര് വന്നിട്ടുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് നിങ്ങൾ നിലത്തോ മതിലിൻ്റെയോ മേലെ വെക്കുകയാണെങ്കിൽ മതിലിന് മുകളിലോ നിലത്തോ ഉള്ള എല്ലാ അണുക്കളും ഫംഗസുകളും ഈ വേരിലേക്ക് നേരിട്ട് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അഡീനിയം വെക്കുമ്പോൾ എപ്പോഴും തറനിരപ്പിൽ നിന്നും കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ട് വെള്ളം തെറിക്കാത്ത തരത്തിലോ ചട്ടി നിലത്ത് മുട്ടാത്ത തരത്തിലോ വേണം വെക്കാൻ. ഷെഡിനകത്ത് വെക്കുമ്പോൾ പിന്നെ UV ഷീറ്റിൻ്റെ ഷെഡിനകത്ത് വെക്കുമ്പോൾ ആ കാര്യം പ്രശ്നമില്ല. ഇതൊക്കെയാണ് മഴക്കാലത്ത് പ്രധാനമായും അഡീനിയം കെയറിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. താങ്ക്